ഇന്ന് നമ്മൾ ഇതിൻ്റെ എല്ലാം ഈ ബേബ്ലേഡിൻ്റെ എല്ലാം ഒരു ടൂർണമെൻറ്റ് നടത്താൻ പോവാണ്. നമുക്ക് ലാസ്റ്റ് ഇതിന്ന് ഒരു ബേബ്ലേഡ് മാത്രമേ ലാസ്റ്റ് സ്റ്റാൻഡിങ് ഉണ്ടാവുള്ളൂ. അതിന് ആര് ജയിക്കും നമുക്ക് നോക്കാം. കമൻറ്റ് ചെയ്തിടുക ആരാണ് ജയിക്കുക. ഇനി നമ്മുടെ കാർത്തിയാണ് ഇതൊന്ന് ഇങ്ങനെ ഒരെണ്ണം എടുക്കാൻ പോവാണ്, 2 എണ്ണം. എന്നിട്ട് അതിൻ്റെ ബാറ്റിൽ നടക്കാൻ പോവാണ്. എന്നിട്ട് അതിൽ ആര് ജയിക്കും നമ്മൾ നോക്കും. ഓക്കെ, കാർത്തി എടുത്തോ. കാർത്തി ആദ്യം എടുത്തിരിക്കുന്നത് എക്സ്കാലിവറാണ്. സെക്കൻഡ് വൺ രണ്ടാമത് വാൽക്കറിയാണ്. അപ്പോൾ നമ്മൾ എക്സ്കാലിവറും വാൽക്കറിൻ്റെയും ബാറ്റിൽ നമ്മൾ കാണും. ഒരു ബേസ്റ്റ് എവല്യൂഷൻ ബാറ്റിൽ. നമ്മുടെ ബേബ്ലേഡ് ഉപയോഗിക്കുന്നത് നിരഞ്ജൻ വിത്ത് വാൽക്കറി, പിന്നെ കാർത്തി വിത്ത് എക്സ്കാലിവർ. 3, 2, 1. വാൽക്കറി പുറത്തേക്ക് പോയി. അപ്പോൾ എക്സ്കാലിവർ ഫസ്റ്റ് റൗണ്ട് ജയിച്ചു, 1-0. സെക്കൻഡ് റൗണ്ട് കാർത്തിയാണ് ഇപ്പോൾ മുന്നേറുന്നത്. നിരഞ്ജൻ റിവെഞ്ച് എടുക്കുമോ? 3, 2, 1. ഓ വാൽക്കറി ഒറ്റ ശക്തിയിൽ ഡബിൾ ബേഴ്സ് ഗൈസ്. ഇതൊരു ടൈ ആണ്. ഇപ്പോൾ നിരഞ്ജൻ സ്റ്റിൽ ലൂസിങ് ആണ്. കാർത്തി ഒരു പോയിന്റിലാണ്. 3, 2, 1. ഓ കാർത്തി അറ്റാക്ക് ചെയ്യുന്നു. നിരഞ്ജൻ ആദ്യ ഡബിൾ ബേസ്റ്റ്. ഇതാരെങ്കിലും ജയിക്കുമോ? ഇനി ഒന്നും കൂടി ബേസ്റ്റ് ആവുമോ? 3, 2, 1. ഓ വാൽക്കറി പുറത്തേക്ക് പോയി ഗൈസ്. അപ്പോൾ നമ്മുടെ എക്സ്കാലിവറിന് 2 പോയിന്റ്. അങ്ങനെ എക്സ്കാലിവർ ജയിച്ചു ഗൈസ്. കാർത്തിൻ്റെ സെലിബ്രേഷൻ. അപ്പോൾ നമുക്ക് ബൈ ബൈ പറയാം വാൽക്കറിയോട്. ബൈ ബൈ. അപ്പോൾ ഇനി സെലക്ട് ചെയ്യാൻ പോകുന്നത് നിരഞ്ജനാണ്. ഓക്കെ, സെലക്ട് ചെയ്തോ. ഫസ്റ്റ് വരുന്നത് ഡൂം സൈസറാണ്. സെക്കൻഡ് ഇസ് വാൽക്കറി, ചോസി വാൽക്കറി. നമുക്കിത് കാണാം. പിന്നെ ഇത് നമ്മുടെ നിക്ക് നെയിമാണ് ഡൂം സൈസർ. നമ്മുടെ പഴയ ബേബ്ലേഡ് ഉണ്ടായിരുന്നു ഒരു ഡൂം സൈസർ, അത് ഭയങ്കര പാട്ടായിരുന്നു. ഇത് വന്നപ്പോൾ കുറച്ചും കൂടി നന്നായതുകൊണ്ട് നമ്മളതിന് ഡൂം സൈസർ വിളിക്കുന്നുണ്ട്. ഇതിന് ശരിക്കുള്ള പേര് ഡ്രെഡ് ഹെയ്റ്റീസാണ്. നിരഞ്ജൻ ഇപ്രാവശ്യമെങ്കിലും ജയിക്കുമോ ഇത് വെച്ചിട്ട്? അപ്പോൾ കാർത്തി 2 പ്രാവശ്യം നിരഞ്ജനെ തോപ്പിക്കുമോ? 3, 2, 1. നിരഞ്ജൻ ആദ്യം തന്നെ തോറ്റിരിക്കുന്നു. 1 പോയിന്റ് പോയി. അപ്പോൾ ഡൂം സൈസർ നമ്മുടെ നിക്ക് നെയിം ജയിക്കുമോ? 1-0 ആണ് കേട്ടോ. 3, 2, 1. ഓ വാൽക്കറി 2 പ്രാവശ്യം പുറത്തേക്ക് പോയി. നാണക്കേട് നിരഞ്ജന്. കാർത്തിൻ്റെ അടുത്ത സെലിബ്രേഷൻ. അപ്പോൾ ചോസി വാൽക്കറിയും. അപ്പോൾ ഇനി ഞാനാണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് വരുന്നത് ഈ ബേബ്ലേഡ്. അടുത്തത് ഇത് രണ്ടും ഒരു അടിപൊളി മാച്ചപ്സ് ആണ്. ആര് ജയിക്കും? 2 ES ആണ്. ഓക്കെ, നിരഞ്ജൻ്റെ കർബിയസ് ആണ്. പിന്നെ എൻ്റെ എന്താണ്? ഓക്കെ, 3, 2, 1. ജയിക്കോ? കാർത്തി അടുപ്പിച്ച് ജയിക്കോ? 3 പ്രാവശ്യം. നിരഞ്ജ ശ്രദ്ധിച്ച് കളിക്ക്. അപ്പോൾ 1-0 ആണ്. കാർത്തി ഈസ് ലീഡിങ്. സെക്കൻഡ് റൗണ്ട്. 3, 2, 1. ഇത് ഫോർണിയസ് നോക്കൂ. നിരഞ്ജൻ ആദ്യമായിട്ട് ഒരു പോയിന്റ് എടുത്തിരിക്കുന്നു ഗൈസ്. തേർഡ് റൗണ്ട്. 3, 2, 1. 1-1 ആണ്. അത് ടൈ ആണ് ഗൈസ്. സത്യം പറഞ്ഞാൽ ആദ്യത്തെ ബാറ്റിൽ ഉണ്ടായിട്ട് വാൽക്കറിയും വിവിധും ഇത് അടിപൊളി മാച്ചായിരുന്നു. തീരുന്നേ ഉണ്ടായിട്ട. അപ്പോൾ നമ്മുടെ ബാറ്റിൽ തുടങ്ങാം. 4th റൗണ്ട്. 3, 2, 1. നിരഞ്ജൻ 3 പ്രാവശ്യം അടുപ്പിച്ച് തോറ്റിരിക്കുന്നു ഗൈസ്.
നാണക്കേടില്ലേ? പാവം. കാർത്തീസ് സെലിബ്രേഷൻ ഇസ് ഹിയർ. 3 പ്രാവശ്യം അടുപ്പിച്ച് ജയിച്ചിരിക്കുന്നു ഗൈസ്. എന്തെങ്കിലും പറയണ്ട. അപ്പോൾ ഇതും പോയി. ഓക്കെ, അടുത്തത് കാർത്തിയാണ് ചൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ചൂസ് ചെയ്തോ. ഓ, ഫസ്റ്റ് തന്നെ ഗസ്റ്റ് ഫാഫ്നിയ. അടുത്തത് ഓ വൈസ് ലെപ്പേർഡ്. ഇത് രണ്ടും അടിപൊളി മാച്ചാണ് ഗൈസ്. ഒരു മുന്നറിയിപ്പിന് വേണ്ടി ഇത് വേണം അടുത്ത ബാറ്റൽ. അപ്പോൾ ഗൈസ്, നമ്മുടെ ബാക്കി വീഡിയോ നമ്മൾ അടുത്ത വീഡിയോയിലിടും. 2 ബാറ്റിൽസ് നമ്മൾ അടുത്ത വീഡിയോയിലിടും. പിന്നെ ബാക്കി ടൂർണമെൻറ്റ് പാർട്ട് 2 ആയിട്ടിടും. പ്ലീസ് സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക് എല്ലാം ചെയ്യേ. എന്നാൽ ഓക്കെ, ബൈ ബൈ. അടുത്ത പാർട്ടിൽ കാണാം.